ആരുമറിയാതെ എവിടെയൊക്കെയോ കഷ്ടപ്പാടിൻ്റെ മാത്രം ഇതിവൃത്തത്തിൽ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണോ? നിങ്ങൾ ചെയ്യുന്ന ജോലിയും നിങ്ങളുടെ കഠിനാധ്വാനങ്ങളും ശ്രദ്ധിക്കപ്പെടത്തക്ക നിലയിൽ ഒരു വലിപ്പമോ മേന്മയോ ഇല്ലാത്തതാണോ? പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഈ ചിന്ത ദൈവം അതിനെ പൊട്ടിക്കാൻ പോവുക. അതായത് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ കുഞ്ഞു ജീവിതത്തിൻ്റെ കുഞ്ഞിടത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നിങ്ങളെ തേടി വരുന്ന ദിവസമാണിത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിൽ, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവം നിങ്ങളുടെ മുഴുവൻ ഡേറ്റായും ചിലരുടെ കരത്തിൽ കൈമാറിയിട്ടുണ്ട്. അവർ നിങ്ങളെ തേടി വരും. കർത്താവ് നിങ്ങളെ ഒരു പുതിയ നിയോഗത്തിലേക്ക്, വലിയൊരു പദ്ധതിയിലേക്ക് ഇന്ന് വിളിച്ചിറക്കും. അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ദൂത്. കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എന്നോട് തന്നെയാണ്. അങ്ങനാണെങ്കിൽ അത് കേട്ടല്ലേ പറ്റൂ. ഇന്നത്തെ പ്രവചന ദൂത് കേൾക്കാം. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് കർത്താവിൻ്റെ ആലോചന ആ വിഷയത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. ലോകത്തിൽ കർത്താവിനെ വിശ്വസിക്കാത്ത ഇതര സമൂഹങ്ങൾ ആത്മലോകത്ത് തങ്ങൾക്കനുകൂലമായ സാഹചര്യങ്ങളോ സമയങ്ങളോ ഇത് ആണോ ഇല്ലയോ എന്നുള്ളത് തങ്ങളുടേതായ രീതികളിലൂടെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഭൂമിയിലുള്ള വിവിധ രാജ്യങ്ങളിലെ തനത് രീതികൾക്കനുസൃതമായി ഉപയോഗിക്കുന്ന നക്ഷത്ര രാശി ഫലങ്ങളെ ആശ്രയിച്ചാണ് പലരും തങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതും പിൻവാങ്ങുന്നതും. എന്നാൽ യേശുവിനെ കൈക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് നമ്മൾ അനുസരിക്കേണ്ടതും നമ്മൾ ഫോളോ ചെയ്യേണ്ടതും കർത്താവിൻ്റെ തിരുവെഴുത്തിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തെയുമാണ്. അപ്പോൾ യേശുവിൻ്റെ ആലോചന ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടി പോകാവൂ. വിശുദ്ധ ബൈബിളിൽ 3.5 വർഷത്തോളം എങ്ങനെയാണ് കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വ്യക്തി പെരുമാറേണ്ടതെന്നും നടക്കേണ്ടതെന്നും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂടെ നടന്ന് പഠിപ്പിച്ചു. യേശുവിൻ്റെ അനുവാദത്തോടെ മാത്രമാണ് തങ്ങളുടെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ കർത്താവിനെ കണ്ടെത്തിയ ശേഷം ശിഷ്യന്മാർ തങ്ങളുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത്. യേശു പറയുന്നിടത്ത് അവർ പോയിരുന്നു. യേശു പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. കർത്താവ് വിലക്കുന്നതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ഉപദേശകന്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ സ്ഥാനമേൽക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഇന്ന് കാണുന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ ഈ സത്യമാർഗത്തെ ലോകത്തിൻ്റെ നെറുക വരെ ഉയർത്തിയിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയും പദ്ധതിയുമാണ്. കൃത്യമാം വിധം ഹോളി സ്പിരിറ്റിനെ ഒബേ ചെയ്യുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുകയും ചെയ്തതിനാലാണ് അപ്പോസ്തലർക്ക് വിജയകരമായ ശുശ്രൂഷ നിർവഹിക്കാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വെക്കുന്ന കാൽച്ചുവടുകൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോയി എന്ന് ഒരിക്കലും നമുക്ക് ദുഃഖത്തോടെ ചിന്തിക്കാൻ ഇടവരാതിരിക്കേണ്ടതിന് നമ്മൾ ഏതൊരു കാര്യത്തിന് മുൻപും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ കൃത്യമാം വിധം ചോദിക്കണം. അങ്ങനെ ചോദിച്ച് നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ പോകേണ്ടുന്ന ഇടം ഏതാണെന്നും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നും നമുക്കവിടെ ദൈവമൊരുക്കുന്ന കാര്യം എത്രമാത്രം വലുതാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് മുൻകൂട്ടി നമുക്ക് അറിയിച്ചു തരും. ചില സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ ആലോചന നിശബ്ദമാണെങ്കിൽ പോലും തൻ്റെ സാന്നിധ്യത്താൽ ദൈവം നമ്മളെ നയിക്കുന്നത് പോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. യേശുവിൻ്റെ കൂടെ നടന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളൊക്കെയും ഹാൻഡിൽ ചെയ്യുവാൻ സമർപ്പിക്കുമ്പോൾ അവർ കർത്താവിനോട് ചോദിക്കുമായിരുന്നു, ഗുരു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എവിടെയാണ് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? യേശു ഒരു നിർദ്ദേശം നൽകും. ആ നിർദ്ദേശത്തെ അവർ അനുസരിക്കുന്നതോടുകൂടെ അന്നുവരെ അവരുടെ കണ്ണിൽ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ അവർ കാണാൻ തുടങ്ങും. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പര്യവസാനത്തോടനുബന്ധമായി
കർത്താവിൻ്റെ തിരുവത്താഴം എന്നുള്ള ആ മഹാശുശ്രൂഷ സ്ഥാപിക്കപ്പെടുവാനുള്ളതായ നേരം വന്നപ്പോൾ പെസഹ എവിടെയാണ് ഒരുക്കേണ്ടത് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് അങ്ങോട്ട് ചോദിച്ചു. തങ്ങൾക്ക് തോന്നിയ ഒരിടത്ത് ഒരുക്കുകയല്ല, മറ്റാർക്കോ തോന്നിയതുപോലെയുള്ളൊരു ശുശ്രൂഷ ആരൊക്കെയോ ചെയ്യുന്നത് കണ്ടിട്ട് അതിൻ്റെ കോപ്പി അടിക്കലല്ല, മറ്റുള്ളവർ ഇങ്ങനെയാണ് എന്ന് കണ്ടിട്ട് അതുപോലെ ആകലല്ല. ദൈവം എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു ഞാൻ അതായിട്ടാണ് മാറേണ്ടത്. കർത്താവ് എന്നെക്കുറിച്ച് ഞാൻ എവിടേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നുവോ അവിടേക്കാണ് ഞാൻ പോകേണ്ടത്. ഞാൻ ആരുമായിട്ട് ബന്ധപ്പെടുവാൻ, ആരുമായിട്ട് സംസാരിക്കുവാൻ, ആരുമായിട്ട് സഹകരിക്കുവാനാണോ ദൈവം ഉദ്ദേശിക്കുന്നത്, ഞാൻ അവരുമായിട്ട് തന്നെ വേണം സഖ്യത പുലർത്താൻ. ഞാൻ എവിടെ നിന്ന് പിൻവാങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അതെത്ര ഉദാത്തവും ശ്രേഷ്ഠവുമെന്ന് ഞാൻ കരുതുന്ന ഇടമായാലും ഞാൻ അവിടെ നിന്ന് വിഡ്രോ ചെയ്തേ മതിയാകുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ ആലോചനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലം. പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങളാണ് നമ്മളുടെ വളർച്ചയുടെ കാതൽ. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ഏറ്റവും വലിയ ഡയറക്ഷൻ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് പോകണം. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിറഞ്ഞ കുടത്തിൽ വെള്ളവുമായി ഒരു പുരുഷൻ നിങ്ങളുടെ എതിരെ വരുന്നത് കാണും. അയാൾ കയറിപ്പോകുന്ന വീട് ഏതാണെന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. ആ വീട്ടിലേക്ക് കയറി ചെല്ലണം. ആ വീട്ടിലെ ഉടമസ്ഥനോട് എൻ്റെ ശിഷ്യന്മാരുമായി ഞാൻ അത്താഴം കഴിക്കേണ്ട ഇടം ഏത് എന്ന് ചോദിക്കണം. അദ്ദേഹം നിങ്ങൾക്ക് വിരിച്ചൊരുക്കി ഒരു വൻ മാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കുവീൻ എന്ന് പറഞ്ഞ് യേശു അവരെ പറഞ്ഞയച്ചു. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ളതായ വചനങ്ങളിലാണ് ഈ വചന യാഥാർത്ഥ്യം വെളിപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ വരിക തന്നെ ചെയ്യും. നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തിയിരിക്കും. ഇത് കർത്താവ് പറഞ്ഞതാണ്. നിങ്ങൾ മുട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. നിങ്ങൾ യാചിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടം ചുമന്നുകൊണ്ടു പോകുന്ന പുരുഷൻ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രഥമ സ്ഥാനത്തിൻ്റെ അടയാളമായിട്ടാണ് വിശുദ്ധ ബൈബിളിൻ്റെ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, മറ്റൊരിടത്തും ഞങ്ങൾ വെള്ളം കുടവുമായി നിൽക്കുന്ന പുരുഷനെ കണ്ടിട്ടില്ല. യാക്കോബിൻ്റെ ഉറവിനരികെ വെള്ളം കോരാൻ വന്നൊരു ശമരിയക്കാരി സ്ത്രീയെ കണ്ടിട്ടുണ്ട്, അല്ലാതെ പാസ്റ്റർ എവിടെയാണ്? പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു ബിഗിനിങ് സ്റ്റേജിലും യേശുവിൻ്റെ ഭൗതിക ശുശ്രൂഷകൾ അല്ലെങ്കിൽ ജഡാവതാര ശുശ്രൂഷകളുടെ ഒരു മെയിൻ സ്ട്രീം ഏരിയ ആയിരിക്കുന്ന തിരുവത്താഴത്തോടനുബന്ധമായും വെള്ളം എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രാധാന്യതയും നിറഞ്ഞ പാത്രത്തിൽ വെള്ളം കോരുന്നതുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങളും രഹസ്യ സൂചനകളായി കിടപ്പുണ്ട്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം വെളിപ്പെടുന്നത് കാനായിലെ കല്യാണ വീട്ടിലാണ്. ആദ്യത്തെ അടയാളം കർത്താവ് അവിടെയാണ് ചെയ്യുന്നത്. അന്ന് യേശു ചെയ്യിച്ച കാര്യം വെള്ളം കോരിച്ചു എന്നുള്ളതാണ്. കൽപാത്രങ്ങളിൽ കർത്താവ് വെള്ളം കോരിച്ചു. ആ കൽപാത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ആ നിറഞ്ഞ കൽപാത്രങ്ങളിലെ വെള്ളമാണ് വീഞ്ഞുകളായി മാറിയത്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം, അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കി ദൈവമഹത്വം വെളിപ്പെടുത്തുമ്പോൾ, ഇപ്പോഴിതാ യേശുവിൻ്റെ അന്ത്യത്താഴ ശുശ്രൂഷയുടെ സമയമെത്തുന്ന നേരത്ത് കർത്താവിത ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ചെല്ലുമ്പോൾ വെള്ളം കുടവും ചുമന്നുകൊണ്ടുവരുന്ന ഒരു പുരുഷനെ നിങ്ങൾ കാണും. ഇതിനിടയിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ടൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിലെ നദികൾ ഒഴുകും. ഇതിനെക്കുറിച്ച് ചരിത്രപരമായ ചില വായനകൾ ഞാൻ വായിച്ചത് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ ഷീലോഹാം കുളത്തിൽ നിന്ന് ഒരു സ്വർണ്ണക്കുടത്തിൽ മഹാപുരോഹിതൻ വെള്ളം ചുമന്നുകൊണ്ടുവരും. ആ വെള്ളം കൊണ്ടുവന്നിട്ട് യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രധാന നടയിൽ നിന്ന് താഴേക്ക് അതിനെ ഒഴുക്കിവിടും. ആ വെള്ളം ഒഴുകിപ്പോകുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ആശീർവദിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, ഇതിനാൽ നിങ്ങളുടെ ആത്മീക ദാഹങ്ങൾ തൃപ്തിപ്പെടുമാറാകട്ടെ. യേശു ആ ചടങ്ങിന് ശേഷമാണ് അവിടെ നിന്ന് പറയുന്നത്, ഇനിയും തൃപ്തിപ്പെടാതെ ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മതപരമായ ചടങ്ങുകൾ കൊണ്ട് ആത്മാവിന് തൃപ്തിയേകാൻ കഴിയാതെ വിഷണ്ണ മനസ്സരായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? നിങ്ങൾ എന്നിൽ നിന്ന് വന്ന് കുടിക്കുക. എന്നിൽ വിശ്വസിച്ചാൽ നിന്നെ ഞാൻ ജീവജലത്തിൻ്റെ ഒരു നദിയാക്കി മാറ്റാം. ഈ പ്രസ്താവനയാണ് യേശു പറയുന്നത്. നോക്കുക, കർത്താവിൻ്റെ പ്രഥമമായ മിനിസ്ട്രിയുടെ 3 ഘട്ടങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. 1, യേശു കാനായിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കുന്ന ഇടം. 2, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നടത്തുന്ന ആത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചുള്ളതായ പ്രസ്താവന. 3, തൻ്റെ അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ട് ഇടം എവിടെ ഒരുക്കപ്പെടണമെന്നുള്ളതായ ശിഷ്യന്മാരുടെ ചോദ്യചെയ്യലിൻ്റെ ഉത്തരം യേശു പറയുന്ന നിമിഷം. ഈ 3 സ്ഥാനങ്ങളിലും വെള്ളത്തിൻ്റെ സാമീപ്യം, നിറകുടത്തിൻ്റെ സാമീപ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിറഞ്ഞ കുടം വഹിക്കുന്ന പുരുഷൻ വ്യത്യസ്തമായൊരു അടയാളമാണ് ആ കാലഘട്ടത്തിൻ്റെ നടുവിൽ.
കാരണം ജലം സ്വീകരിക്കുന്നത് എപ്പോഴും പൊതുവെ ഒരു സ്ത്രീകളുടെ തൊഴിലായിട്ടാണല്ലോ നമ്മളെല്ലാവരും അതിനെ കാണുന്നത്. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം കളക്ട് ചെയ്യുന്നത് ഒരു വീട്ടിലെ വീട്ടമ്മയാണ്. എന്നാൽ പതിവിന് വിപരീതമായിരിക്കുന്ന ഒരു അടയാളമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നാം കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും പരിചരിച്ചതുമായ കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഇടപെടലുകൾ സംഭവിക്കുമ്പോൾ പല കാര്യങ്ങളുടെ ഉത്തരം നിങ്ങൾ തിരയുന്ന ഈ യാത്രയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പലതും ഒരുക്കുന്നത് നിങ്ങൾ പരിചയിച്ചിട്ടില്ലാത്ത പുത്തൻ രീതികളിലൂടെയാണ്. ഇത് പുതിയ നിയമമാണ്, ഇത് പുതിയ എണ്ണയുടെ അഭിഷേകമാണ്, ഇത് പുതിയ വീഞ്ഞിൻ്റെ ലഹരിയാണ്. കർത്താവ് പുതിയതാണ് ചെയ്യുന്നത്. ആമേൻ. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, ദൈവം പുതുമകളുടെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ്. ഇന്നുവരെ കണ്ടതോ പരിചയിച്ചതോ അല്ലാത്ത വ്യത്യസ്തമായ ചിലതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. അതൊരു പുതിയ ജോലിയാകാം, പുതിയ വീടാകാം, പുതിയ വാഹനമാകാം, പുതിയ ശുശ്രൂഷയാകാം, പുതിയൊരിടമാകാം, പുതിയ ചില ബന്ധങ്ങളാകാം. നിങ്ങൾക്ക് പുതിയത് കിട്ടും. ദൈവം പുതിയതിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, യേശുവിൻ്റെ ഈ ഒരു പ്രസ്താവന വെള്ളം കുടത്തിനിടയിൽ കർത്താവ് ഒളിപ്പിച്ചതായ വചന രഹസ്യങ്ങൾ ഇതാ വെളിപ്പെടുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജലം ആത്മാവിനെ കാണിക്കുന്നതാണ്, അപ്പോൾ തന്നെ അത് വചനത്തെയും കാണിക്കുന്നതാണ്. നിറകുടത്തിൽ അത് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ നിറകുടം എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് തിരുവെഴുത്ത് അതിന് അടയാളമായി വെക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്തരമായ നിക്ഷേപം വഹിക്കുന്ന മൺപാത്രങ്ങളാണ് നമ്മളെന്ന് ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. കൃപയുടെ ശ്രേഷ്ഠമായ ഈ ദാനം ദൈവം ഈ മൺപാത്രങ്ങളിലാണ് പകർന്നു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ദിനങ്ങളിൽ ദൈവം നമ്മളെ ഒന്ന് ചുമക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് നമ്മളെ വഹിക്കേണ്ടതായിട്ടുണ്ട്. ലഭിക്കപ്പെട്ടതായ ആത്മീക ദാനങ്ങളെ ഉള്ളിൽ സ്വീകരിച്ചവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിറഞ്ഞാൽ ദൈവം നിങ്ങളെ വെച്ചുകൊണ്ടിരിക്കില്ല. ദാഹമുള്ളിടത്തേക്ക് ദൈവം നിങ്ങളെ പകരും. വിരുന്നശാലയിലേക്ക് ദൈവം നിങ്ങളെ എടുപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് വരെയും നിറഞ്ഞ ഒരുവനെ ദൈവം മാറ്റിവെച്ചിട്ടില്ല. ദൈവം അവനെ ഒഴിവാക്കിയിട്ടില്ല. ദൈവം അവനെ എവിടെയെങ്കിലും പാത്തുവെച്ചിട്ടില്ല. നിറഞ്ഞ കുടത്തിന്, നിറഞ്ഞ പാത്രത്തിന് ഒരു ശുശ്രൂഷയുണ്ട്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ വരുന്ന ആത്മനിറവ് ഒരു പുതിയ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. നിന്നിൽ പകരപ്പെടുന്ന വചനത്തിൻ്റെ നിറവ് ഒരു പുതിയ ദൈവരാജ്യത്തിൻ്റെ വിരുന്നിൻ്റെ ഭാഗമായി ദൈവം അതിനെ തീർക്കാൻ പോവുകയാണ്. നീ ആർജിച്ചിരിക്കുന്ന കൃപകളുടെ നിറവ് ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം അതിനെ തിരിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന ദൈവിക സമാധാനത്തിൻ്റെ നിറവ് കുഞ്ഞെ നിന്റെ ജീവിതത്തെ മാത്രമല്ല, നിന്റെ മുഴുവൻ കുടുംബത്തെയും നിന്റെ പ്രിയപ്പെട്ടവരെ ഒറ്റടക്കം അത് സ്വാധീനിക്കാൻ പോവുകയാണ്. തീർന്നില്ല കേട്ടോ. ഈ യുഗത്തിന് നടുവിൽ നമ്മൾ നിറകുടങ്ങൾ വഹിക്കുന്ന പുരുഷന്മാരാകണം. പലരും അടയാളങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട്. പലരും ദൈവം അയച്ചതിനനുസൃതമായി തേടി വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇന്ന് രാവിലെ കർത്താവിൻ്റെ നിറവേറ്റെടുത്ത് നിയോഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായി തീരാൻ പറ്റുമോ? എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ തലമുറയിൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ നിറകുടം വഹിക്കുന്ന ഒരു മനുഷ്യനായി തീരാൻ, ഒരു പുരുഷനായി തീരാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൈവത്തിൻ്റെ വിരുന്ന് പിന്നാലെ വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിറകുടം എടുക്കുന്നവൻ്റെ പുറകെ കർത്താവിൻ്റെ വിരുന്ന് കയറി വരുന്നുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ഇന്ന് രാവിലെ ചിലത് ക്യാരി ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളെ ദൈവം അവിടെ കൊണ്ട് നിർത്തുകയില്ല. നിങ്ങൾ കയറി ചെല്ലുന്ന ഇടത്ത് ദൈവത്തിൻ്റെ വിരുന്ന് വെളിപ്പെടും. നിങ്ങൾ കയറി ചെല്ലുന്ന വീടിൻ്റെ അകത്ത് ചില മനുഷ്യർ കയറി വരും. ഇന്ന് തുടങ്ങുന്ന ആ ഒരു തുടക്കം ഒരു വലിയ ദൈവിക സന്തോഷത്തിന് കാരണമായി തീരും. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ ചിലർ ശുശ്രൂഷ ശക്തമായ നിലയിൽ, അതിശക്തമായ നിലയിൽ ദൈവം അതിന് മൂർച്ച കൂട്ടി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇതിനോടകം വായനയിലും പ്രാർത്ഥനയിലും രചനകളിലുമൊക്കെ ആയിരുന്ന ചിലരോട് ഞാൻ പറയുന്നു, ദൈവം നിന്റെ കാത്തിരിപ്പിനും നിന്റെ കഠിനാധ്വാനത്തിനും ഒരു പ്രതിഫലം നൽകുവാൻ തക്കവിധം ഒരു പുതിയ സമയക്രമം നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. നിങ്ങൾക്കൊരു സുവർണ അവസരം, ഒരു പ്രത്യേക സീസൺ, ഒരു കാലാവസ്ഥ കർത്താവ് നൽകുകയാണ്. എവിടെയൊക്കെയോ എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല, ദൈവം എന്നെ ഉപയോഗിക്കുമെന്നുള്ള നിലയിൽ കാത്തിരുന്നവരോട് ഞാൻ പറയുന്നു, സമയമായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെയാണ് രംഗത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങളൊരു അടയാളമായി മാറും. വെള്ളം കുടം ചുമന്നുകൊണ്ട് പുരുഷൻ എവിടേക്ക് കയറി ചെല്ലുന്നോ അവിടെയാണ് യേശുവിൻ്റെ വിരുന്ന് നടക്കുന്നത്. ഇന്ന് രാവിലെ സ്നേഹത്തിൻ്റെ നിറകുടങ്ങൾ വഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ? തോളിൽ സ്നേഹത്തിൻ്റെ ജലം നിറച്ച ആ കൂജയൊന്ന് വഹിപ്പാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ യേശുനാഥൻ്റെ വിരുന്ന് ആ വീട്ടിൽ നടക്കും. പ്രാർത്ഥനയുടെ നിറഞ്ഞ കുടം വഹിപ്പാൻ
തയ്യാറായ പുരുഷന്മാരും എന്നെ കേൾക്കുന്നുണ്ടോ? സ്ത്രീകൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യേശു അവിടേക്കാണ് കടന്നു വരാൻ പോകുന്നത്. കർത്താവ് ഒരുക്കുന്ന ശ്രേഷ്ഠമായത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നടക്കും. ദൈവത്തിൻ്റെ പൈതലേ, കേവലം ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെയോടി തളരാതെ കർത്താവിൻ്റെ ആലോചനയ്ക്ക് അനുസൃതമായി ചുവടുകൾ വെക്കുവാൻ ദൈവം നിന്നോട് പറയുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ കയ്യിൽ നിന്റെ പാത്രങ്ങൾ ശൂന്യമാകരുത്. നിന്റെ കുടങ്ങൾക്കകത്ത് സമൃദ്ധി വേണം, അതിനകത്ത് ജലധാരകൾ വേണം. പച്ചവെള്ളങ്ങളെ വീഞ്ഞാക്കുന്ന നല്ല നാഥൻ അരികിൽ വന്നു നിന്നിട്ടുണ്ട്. യേശു ഇന്ന് നിങ്ങളെ കാണുന്നുണ്ട്. നീ കോരിക്കൊള്ളുക. നിന്റെ പാത്രത്തിനകത്ത് നീ കോരുന്ന നിന്റെ അറിവ്, നീ വായിച്ചെടുക്കുന്ന നിന്റെ പുസ്തകങ്ങളിൽ നീ ആർജിക്കുന്ന അറിവ്, നിന്റെ പ്രാർത്ഥനാ സമയങ്ങളിലൂടെ നീ ദൈവവുമായി ഉണ്ടാക്കി വെക്കുന്ന ആ വലിയ ബന്ധത്തിൻ്റെ നിറവ്, ആമേൻ, നിന്റെ കുടത്തിനകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ എണ്ണ, ഇതൊന്നും കാലങ്ങൾ പുകയേറെ പിടിച്ചിരുന്നു പോവുകയില്ല. ദൈവം അതിനെ വിരുന്നുശാലകൾക്കായി തിരഞ്ഞെടുക്കുന്ന നല്ല നേരം വരികയാണ്. ഒന്നെനിക്കറിയാം, എൻ്റെ ഈ വാക്കുകൾ കേട്ട അനേകം മനുഷ്യർ കർത്താവിൻ്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായി രംഗത്ത് വരാൻ പോകുകയാണ്, പ്രയോജനപ്പെടാൻ പോകുകയാണ്. എവിടെയൊക്കെയോ ഒഴിവാക്കപ്പെട്ടവരും എവിടെയൊക്കെയോ ശ്രദ്ധിക്കപ്പെടാതെ പോയവരും ശ്രദ്ധിക്കപ്പെടാൻ നേരമാകുന്നു. വെള്ളം കുടവും ചുമന്നുകൊണ്ട് പോകുന്ന ഒരുവനെ ആര് നോക്കാനാ? ഈ കഷ്ടപ്പാടിൻ്റെയും വേവലാതികളുടെയും ഇടയിൽ നമ്മളെ ആര് കാണാനാ? പക്ഷേ നീ ആ വെള്ളം കുടവുമായി ഇറങ്ങിപ്പോകുന്നതും നീ വെള്ളം കോരുന്നതും നീ തിരിച്ചു വരുന്നതും ഒരാൾ കാണുന്നുണ്ട്. അത് യേശുവാണ്. ആമേൻ. എവിടെയൊക്കെയോ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാതെ ഒഴിവാക്കപ്പെട്ടു പോകുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ പറയുന്നു. നിന്റെ ദൈവം വ്യക്തമായി കാണുന്നുണ്ട്. യേശു നിന്നെ വ്യക്തമായി കാണുന്നുണ്ട്. നീ ശ്രദ്ധിക്കപ്പെടുമെന്ന് മാത്രമല്ല, തിരുവെഴുത്തിൻ്റെ ചരിത്ര ലിഖിത രേഖകളിൽ ഈ വെള്ളം കോരിക്കൊണ്ടുവന്ന മനുഷ്യനും അവൻ ചുമന്ന ഒരു കുടം വെള്ളവും യേശുവിൻ്റെ അത്താഴത്തിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ അടയാളമായി എഴുതപ്പെട്ടു എങ്കിൽ ഈ സീസണിൻ്റെ അകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന ചില വലിയ ദൈവപ്രവൃത്തികൾക്ക് മുന്നൊരുക്കമെന്ന നിലയിൽ നിങ്ങളെ ദൈവം രംഗത്ത് കൊണ്ടുവരുന്നത് രേഖപ്പെടുത്തപ്പെടും. ദൈവം ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്നെക്കൊണ്ട് ചെയ്യിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും വിസ്മരിക്കാത്ത വിധം ഓർമ്മിക്കപ്പെടും. ആമേൻ. എവിടെയൊക്കെയോ ഞാൻ ഒഴിവായി, എവിടെയൊക്കെയോ ഞാൻ അശ്രദ്ധയ്ക്ക് മാത്രം ഇരയാക്കപ്പെട്ടു, എവിടെയൊക്കെയോ ഞാൻ പരിഗണനയില്ലാതെ അലഞ്ഞു, എവിടെയൊക്കെയോ ഞാൻ കോരിയ വെള്ളത്താൽ പലരും ദാഹമകറ്റുകയും ശരീരശുദ്ധി നടത്തുകയും ഭക്ഷണം പാകം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴും എൻ്റെ ഈ ദൗത്യങ്ങൾ മാത്രം എങ്ങുമെങ്ങും എത്താതെ ഞാൻ എന്നും ഈ കുടവും കിണറും ഭവനവുമായി മാത്രം കഴിയുകയാണല്ലോ എന്ന് ചിന്തിക്കുന്ന, കേവലം ഒരു ദാസവേലയുടെ മാത്രം ഇതിവൃത്തത്തിൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ അടയാളപ്പെടുത്തുന്നവരോട് വ്യക്തമായിട്ട് ഞാൻ ആത്മാവിൽ നിറഞ്ഞവനായി തന്നെ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന ഈ ചെറു ചെറു കാര്യങ്ങൾ വലിയ അടയാളമായി മാറും. ആമേൻ, ആമേൻ, ആമേൻ. വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ അടയാളങ്ങളായി മാറും. ദൈവത്തിൻ്റെ കരുത്തുള്ള പ്രവൃത്തിക്ക് അതൊരു വേദിയായി മാറും. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ആളായിരിക്കാം, ഒരു ചായ എടുക്കുന്ന ആളായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യം വലിയ അടയാളമാക്കപ്പെടാൻ പോകുന്നു. നിങ്ങൾ ചെയ്യുന്ന ചെറിയ തൊഴിൽ വലിയ നിലയിൽ ദൈവത്താൽ സ്വാധീനിക്കപ്പെടുവാൻ, സമൂഹത്തിന് നടുവിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ അപ്പോസ്തലന്മാർ നിങ്ങളെ തേടി വരത്തക്ക വിധം ഇങ്ങനെ ഒരാളുണ്ടല്ലോ, വെള്ളവുമായി പോകുന്ന ഒരുവനെ നിങ്ങൾ കണ്ടോ? ചോദിച്ചും പറഞ്ഞും അന്വേഷിച്ചും ദൂരെ നിന്ന് ചിലർ കടന്നു വരുന്നുണ്ട്. അത് നിന്റെ കരത്തിലെ വെള്ളം വാങ്ങുവാൻ വരുന്നവരെക്കാൾ ഉപരിയായി യേശു നിന്നെക്കുറിച്ചൊരു ഇൻഫോർമേഷൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരോട് ഇന്നത്തെ മൂന്നാമത്തെ ദൂത്, ഈ കഷ്ടപ്പാടിൻ്റെ ഓട്ടപ്പാച്ചിലിൻ്റെയും നടുവിൽ നിന്റെ പേര് ദൈവം ചിലരോട് പറയും. നിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ദൈവം ചിലരോട് പറയും. നീ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് ദൈവം ചിലരോട് പറയും. നീ ഏർപ്പെടുന്ന മേഖലകളെക്കുറിച്ച് ദൈവം ചിലർക്ക് കൈമാറ്റം നടത്തും. അതായത് ഇതിനോടകം നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ 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 ഡേറ്റായും നിങ്ങളെ അന്വേഷിച്ചു വരാൻ തക്കവിധം സന്നദ്ധരായിരിക്കുന്ന ചിലരുടെ കരങ്ങളിൽ ദൈവം ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. അവർ വരും, നിങ്ങളെ കാണും, നിങ്ങളെ ഏറ്റെടുക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മളീ കണ്ടതൊന്നുമല്ല, അത് അസാധാരണമായതാണ്. ഇങ്ങനെ നാടകീയമായി എൻ്റെ ജീവിതത്തിൽ ചിലത് നടക്കുന്നു, ആകസ്മികമായി ചിലത് സംഭവിക്കുന്നു. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ദൈവം എനിക്ക് വേണ്ടി ഇത് ഒരുക്കിയതാണ് എന്ന് നിങ്ങൾ പറയത്തക്ക വിധമുള്ള സന്തോഷത്തിൻ്റെ ചില നല്ല കാലങ്ങൾ, നല്ല നേരങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. തയ്യാറാണോ അതിനെ വരവേൽക്കാൻ? ആണെങ്കിൽ യേശുവിനോടൊരു യെസ് പറഞ്ഞുതരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ നല്ല അപ്പ, യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ, ഞങ്ങളുടെ രക്ഷകനും കർത്താവും നാഥനുമായ മിശിഹായുടെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞ മുഴുവൻ തിരുവെഴുത്തുകളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലമായി മാറിയിരിക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന അനേക മക്കളുടെ ജീവിതത്തിൽ അവരുടെ പേര്, അവരുടെ മേൽവിലാസം,
ദൈവം ചിലർക്ക് പകർന്ന് കൊടുത്തിരിക്കുകയാൽ സ്തോത്രം. യേശുവിനെ നന്നായി അറിയുന്നു എന്നുള്ള തിരിച്ചറിവ് പല ഹൃദയങ്ങളിലും വേരുപാകി തുടങ്ങപ്പെട്ടതിനായിട്ട് സ്തോത്രം. എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയാൽ, സ്പർശിക്കപ്പെട്ടിരിക്കയാൽ സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികളായ മുഴുവൻ ആൾക്കാർക്ക് വേണ്ടിയും ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരത്തിൽ സൗഖ്യം അങ്ങ് നൽകുന്നതാണ്. ഞാൻ സൗഖ്യത്തിൻ്റെ വ്യാപാരിയല്ല കർത്താവേ, ഞാൻ സൗഖ്യത്തിൻ്റെ വക്താവല്ല, അതങ്ങാണ്. പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇപ്പോൾ വിവിധ ശാരീരിക ക്ലേശങ്ങളിൽ വലഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ശരീരങ്ങളുടെയും മനസ്സിൻ്റെയും ആശ്വാസത്തിനും വിടുതലിനും സമാധാനത്തിനായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾ, നട്ടെല്ല്, ആന്തരിക അവയവങ്ങൾ, കണ്ണുകൾ, കാതുകൾ, പഞ്ചേന്ദ്രിയങ്ങളെല്ലാം കർത്താവേ, തലമുടിനാര് മുതൽ കാൽ ചുവട്ടിലെ ത്വക്കുവരെ ഒരുപോലെ ദൈവത്തിൻ്റെ സ്പർശനം ഇപ്പോൾ അനുഭവിക്കട്ടെ. കൊച്ചുകുഞ്ഞും പ്രായമുള്ളവരും, കൗമാരക്കാരും ബാല്യക്കാരും യൗവനക്കാരും മധ്യവയസ്കരും ഒരുപോലെ, ആണും പെണ്ണും ഒരുപോലെ ഈ ദൈവകൃപയുടെ ശക്തി വ്യക്തമായി തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ശരീരങ്ങളിലെ മാറ്റം കണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. വലിയ മാറ്റം സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നാളെ കർത്തൃ ദിവസം ഞായറാഴ്ചയാണ്. അനുഗ്രഹീതമായ ആത്മീക ആരാധന കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള പോലീസ് പരേഡ് ഗ്രൗണ്ടിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലായി ഒരു ആൽമരം നിൽക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നിലുള്ള MK ടവർ എന്ന ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ ലിഫ്റ്റുണ്ട് കേട്ടോ. നമ്മുടെ ആത്മീക ആരാധന നടക്കും. കഴിഞ്ഞ ദിനങ്ങളിലെ മീറ്റിങ്ങുകളിൽ വന്ന നിരവധി പേരാണ് സൗഖ്യം പ്രാപിച്ച് മടങ്ങിയത്, ദൈവാലോചന കേട്ട് ബലപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ഒരുപാട് പേരുടെ മേൽ ആത്മപകർച്ചകളുണ്ടായി. നാളത്തെ മീറ്റിംഗ് മിസ് ചെയ്യരുത്. നിങ്ങൾ ഫാമിലിയായിട്ട് വരണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിഡ്സ് ചർച്ചുണ്ട്. അവരെ അവിടെ വളരെ സന്തോഷത്തോടുകൂടെ ടേക്ക് കെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. നിങ്ങൾ വരിക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണ്. സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒരു കാരണവശാലും മറന്നേക്കരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇന്ന് മുഴുവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.